ഇല്ലാത്ത തസ്തികയുടെ പേരിൽ കൊല്ലത്ത് ലീഗ് നേതാവിന്റെ തട്ടിപ്പ്. കൊല്ലം ചവറ KMML-ൽ ജോലി വാഗ്ദാനം ചെയ്താണ് മുസ്ലിം ലീഗ് നേതാവ് അബ്ദുൾ വഹാബ് 25 ലക്ഷം തട്ടിയത്. പണം നഷ്ടപ്പെട്ട കുടുംബം നൽകിയ പരാതിയിൽ ചവറ പോലീസ് കേസെടുത്തു. ഞാനല്ലേ പറഞ്ഞു ഏപ്രിൽ ശരിയാവുമെന്ന് പറഞ്ഞു. അവർ ലിസ്റ്റ് കഴിഞ്ഞാൽ പറഞ്ഞു ശരിയാവും. കൊല്ലം ചവറ വെറ്റമുക്ക് സ്വദേശി താജുദ്ദീന്റെ പക്കൽ നിന്ന് 14,30,000 രൂപ ലീഗ് നേതാവ് മെക്ക വഹാബ് KMML-ൽ ജോലി വാഗ്ദാനം ചെയ്ത് പണം കൈപ്പറ്റുന്ന ദൃശ്യങ്ങളാണിത്. 2023 ഏപ്രിൽ 13-ന് 3 മണിയോടെയാണ് രണ്ടാം ഗഡുവായി 14,30,000 രൂപ തട്ടുന്നത്. KMML HR വകുപ്പിൽ അസിസ്റ്റന്റ് മാനേജർ തസ്തികയിലേക്ക് നിയമനം നൽകാം എന്ന് വാഗ്ദാനം ചെയ്തായിരുന്നു തട്ടിപ്പ്. 2022 ഓഗസ്റ്റ് 2-ന് 5 ലക്ഷം രൂപ ക്യാഷായും സെപ്റ്റംബർ 17-ന് 2 ലക്ഷം രൂപ ബാങ്ക് അക്കൗണ്ട് വഴിയും നവംബർ 29-ന് 3 ലക്ഷം രൂപയുടെ ചെക്കും വഹാബിന് കൈമാറി. 2023 ഏപ്രിൽ 13-ന് 14,30,000 രൂപ പണമായും താജുദ്ദീൻ വഹാബിന് കൈമാറിയിട്ടുണ്ട്. 2023 ഏപ്രിൽ തന്നെ ജോലി നൽകാം എന്നായിരുന്നു വാഗ്ദാനം. പല അവധികൾ പറഞ്ഞ് കുടുംബത്തെ പറ്റിച്ചെന്ന് താജുദ്ദീന്റെ ഭാര്യ റസിയ പറഞ്ഞു. പണം നഷ്ടമായതിന്റെ ആഘാതത്തിൽ താജുദ്ദീൻ ശരീരം തളർന്ന് ഇപ്പോൾ കിടപ്പിലാണ്. 10 ലക്ഷം രൂപ അഡ്വാൻസ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം നമ്മൾ 5 ലക്ഷം കൊടുത്തു, അത് കാശായിട്ട് കൈ കൊടുത്തു. പിന്നീട് വീണ്ടും വേണമെന്ന് പറഞ്ഞ് അങ്ങനെ 2 ലക്ഷം നമ്മൾ ബാങ്ക് ട്രാൻസ്ഫർ വഴി കൊടുത്തു. പിന്നെ വീണ്ടും വന്ന് പറഞ്ഞപ്പം 3 ലക്ഷത്തിൻ്റെ ചെക്ക് ഹസ്ബൻഡ് ഒപ്പിട്ട് കൊടുത്ത്. ഇയാൾ ഒരുപാട് പേരെ ഇങ്ങനെ തട്ടിച്ചിട്ടുണ്ട്, തട്ടിപ്പ് നടത്തി പൈസ കൈപ്പറ്റി കമ്പണം ഇങ്ങനെ കൈപ്പറ്റിയതായിട്ട് അറിഞ്ഞ് അയാൾ വന്ന് പറ്റിച്ചതിൻ്റെ ആ മാനസികാഘാതത്തിൽ പുള്ളിക്കാരൻ അസുഖമായി. ഇപ്പം നമുക്ക് പൈസയും ഇല്ല, ഹസ്ബൻഡിൻ്റെ പ്രശ്നവും ഇങ്ങനെയായി, മോന് ജോലിയും കിട്ടിയില്ല. അതെല്ലാം കൂടെ ഒരു വിഷമമായിട്ട് ഞാൻ ഇരിക്കാം. നിലവിൽ വഞ്ചനാ കുറ്റം ചുമത്തി ചവറ പോലീസ് കേസെടുത്തെങ്കിലും മെക്ക വഹാബിനെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല.